അപ്പോൾ എൻ്റെ മോൻ്റെ വെഡ്ഡിങ് ഡേ ആണ് ജൂലൈ 22-ാം തീയതി. അപ്പോൾ അതിൽ കേക്ക് മുറിച്ച വീഡിയോ ഒക്കെയാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. മോന് അബുദാബിയിലാണുള്ളത്. അപ്പോൾ അവിടെ അവർ കേക്ക് മുറിച്ച വീഡിയോയും ഇതിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ഇതിലൊരു കുക്കർ മന്തി ഇട്ടിട്ടുണ്ട്. അതേമാതിരി അതിലേക്കുള്ള സമ്മതികൾ കൂട്ടാൻ പുഡിങ് എല്ലാ ഐറ്റംസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാം. ഇന്ന് ഞാനിവിടെ ഞങ്ങൾക്ക് നെയ്ച്ചോറും കോയും അതേപോലെ പുഡിങ് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കണ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പുഡിങ് ഉണ്ടാക്കാനുള്ള കേട്ടോ. 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളെ അളവിനനുസരിച്ച് യൂസ് ചെയ്യുക. ഞാൻ 1 ഗ്ലാസ് പാലിന് 2 മുട്ട പ്രകാരമാണ് എടുക്കാറുള്ളത്. ഇത് ഇടത്തരം ചില മുട്ട നല്ല വലിപ്പമുള്ള അതേമാതിരി താറാവ് മുട്ട അങ്ങനത്തെ ഒക്കെയാണെന്ന് വെച്ചെങ്കിൽ 1 ഗ്ലാസ്സിന് 1/2 ലിറ്ററിന് നിങ്ങൾക്ക് 4 മുട്ട തന്നെ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ 5 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ പുഡിങ്ങിൻ്റെ വീഡിയോ ഒരു പ്രാവശ്യം ഞാൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഈ മുട്ടയും ഒടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. മിക്സിയിൽ തന്നെ ഇട്ടിട്ടാണ് അത് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കത് വേണ്ടത് നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കാൻ പോണത് ആ പാത്രത്തിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലവണ്ണം ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സിയിലേക്ക് ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കാൻ പോണത്. അപ്പം തീ കത്തിച്ചിട്ട് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മളൊരു കുക്കർ വെച്ചിട്ട് ഞാൻ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് നല്ല തളിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ സമ്മതി ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട്
കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ഒരിക്കൽ ചെയ്തതാണ്. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഈ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്തതാണ്. എല്ലാവരും എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളെ പിന്നെ സ്പെഷ്യൽ ഐറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകളൊന്നും എടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇത് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് ബീട്രൂട്ട് വെളുത്തുള്ളി ചെറിയ മുളകൊക്കെ ഇട്ട് ഞാനൊന്ന് സമ്മന്തിയാക്കി എടുക്കാമാണ്. അടിച്ച് കഴിഞ്ഞിട്ട് വിനീഗറും ഒഴിച്ച് കൊടുക്കും. സമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഞങ്ങളെ ചോറ്റയ്ക്കുള്ള സമ്മന്തി റെഡിയാക്കാനാണ് പോണത്. ഇത് ഫീസറിൽ വെച്ച തേങ്ങയാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫീസറിൽ വെച്ച തേങ്ങ എങ്ങനെയാണ് എടുക്കുകയെന്ന്. അപ്പോൾ അതിലേക്ക് ഞാൻ മല്ലിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചീനാമുളക്, ഉപ്പ്, ഇഞ്ചി. ഇത് നല്ലവണ്ണം അരച്ചെടുക്കും. ഇത് അരച്ചെടുത്തതിന് ശേഷമാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഞാൻ മിക്സിയിൽ അരക്കാറില്ല. ഇത് നല്ലവണ്ണം അരച്ചിട്ട് തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്യാറാണ് ചെയ്യുക. അപ്പോൾ ഞാനിതുകൊണ്ട് ഒരു സമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. നല്ല മഴയുണ്ട് പുറത്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇത് മുളക് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിൻ്റെ തോലൊക്കെ പുറത്ത് കിട്ടുന്നതിൻ്റെ കാമ്പ് മാത്രം എടുക്കാം. ഇങ്ങനെ ആക്കിയാൽ തന്നെ അതിൻ്റെ നല്ല തോല് മാത്രമേ പുറത്തേക്ക് പോരുള്ളൂ. ഇത് ഞാൻ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കൂല നമ്മളെ, അതേപോലെ ചില്ലി സോസ് ഉണ്ടല്ലോ, ചില്ലി സോസ് ഉണ്ടാക്കുന്നതിന് ബദലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഞാനൊരു നെയ്ച്ചോറാണ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മയോണീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഗാർലിക് ചില്ലി സോസ് ഇല്ല വീട്ടിൽ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചില്ലി സോസിന് ബദലാണ് ഞാനത് ചെയ്യുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പുമൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് എത്ര വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കുക. ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചില്ലി സോസ് കൂടെ റെഡി ആയിട്ടുണ്ട്. സമ്മന്തി, ചില്ലി സോസ്, അതേമാതിരി ബീട്രൂട്ട് സമ്മന്തി, പുഡിങ്, അത് ഞാൻ ഈ ഐറ്റംസുകളൊക്കെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ മിക്സ് ചെയ്യാത്ത എന്താ വെച്ചാൽ നമ്മൾ ഫീസറിന് ഇട്ട തേങ്ങയാണ്. അപ്പോൾ നല്ലവണ്ണം തണുപ്പാറട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ തണുപ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചോ ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ സമ്മന്തി വെച്ചാൽ ബോട്ടിലിന് വെക്കാൻ കാരണം എന്തായാലും അത് കംപ്ലീറ്റ് ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ തന്നെ പിടിച്ചേക്ക് കൊടുത്ത് വെക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ മാറി ഇതേപോലെ ഓരോരോ പാത്രങ്ങളിൽ ഇട്ട് വെക്കുക ചെയ്യണേ. എന്നാൽ പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്കിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാനേ സുഖമാണ്. വേറെ ഇത് തിരയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒന്നങ്ങനെയും കോഴി ആവിക്ക് വെച്ചിട്ട് ആ ആവിയിൽ വെച്ചതിന് ശേഷം ഞാനത് പൊരിച്ചെടുക്കും. അതിൽ നിന്ന് ഉറ്റിയ വെള്ളം അതേമാതിരി കോഴിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ, അതിൽ ആ വെള്ളത്തിൽ നെയ്ച്ചോറ് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കായം തേച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ചീരാമുളക്,
നിങ്ങൾ ഇത്ര മുളകൊന്നും ചേർക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് 2.5 കോഴിയുണ്ട്. ചെറിയ ഉള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തൈരുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കോഴി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് നിന്നോണ്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതേപോലെ തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. അത് ഈ കോഴി ഞാൻ നല്ലവണ്ണം വരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെയ്യും ഇതൊക്കെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. അതാ ഉണ്ടോ, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. കഴുത്ത് ഞാൻ നല്ല ചെറുതായിട്ട് മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുത്ത് ഇതിന്മേൽ തന്നെ വെക്കട്ടോ. വേണ്ടതൊക്കെ കംപ്ലീറ്റ് ഞാൻ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇതൊന്ന് ഇങ്ങനെ കംപ്ലീറ്റും വരിഞ്ഞെടുത്തതാണ്. ഇതേപോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ 3 കോഴിയാണ് കൊണ്ടുവരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിവറ് ഇതേപോലുള്ള പീസുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ, കഷ്ണാക്കി വെച്ചപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് എല്ല് ഭാഗം അത് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കഷ്ണം വെട്ടിയെടുത്തതാണ്. അപ്പോൾ ഇത്രയും കോഴിയുള്ള കാരണമാണ് ഞാൻ അത്രയും മുളകും ഒക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുത്ത് എത്രയാണ് ചേർക്കാൻ വിചാരിച്ചാൽ അതിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലുള്ള നെയ്യിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് നെയ്യും നമ്മളെ ചോറ്റിലുള്ള വെള്ളത്തിലേക്ക് ഉറ്റും. അരിയാൻ പിന്നെ അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഇത് 1/4 ലിറ്റർ തൈരാണ്. 1/2 ലിറ്റർ തൈരിൻ്റെ പകുതിയാണുള്ളത്. അപ്പോൾ ഈ തൈരിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. സവാള ഇത് ഞാൻ 1.5 സവാള എടുത്തിട്ടുണ്ട്. ഇടത്തര സവാളയാണ് 1.5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സാധനം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ചീരാമുളകാണിത്, ചെറിയ ഉള്ളി, ഉപ്പ്. നിങ്ങൾക്ക് അനുസരിച്ച് ഉപ്പ് എരിവും ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്കറിയാം, ഞാൻ ഇത് എപ്പോഴും പറയുന്നതാണ്, ഉപ്പ് എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഈ അളവിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരെക്കൊണ്ട് എരിവൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊന്ന് നല്ല അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് എരിവുണ്ടാന്ന്. ഇതിപ്പോൾ കറക്റ്റാണ്. കുറഞ്ഞ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഉപ്പ് കുറവുള്ള കാരണം ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്, ഉപ്പിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മളെ ചിക്കന് ഇതിലിട്ടിട്ട് കംപ്ലീറ്റ് ഇതിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അരിയൊക്കെ എടുത്ത് റെഡിയാക്കി വരുന്നത് വരെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരിയൊക്കെ എടുത്ത് റെഡിയാക്കി എടുക്കട്ടെ. ഇത് ഞാനൊന്ന് മൂടി വെക്കാൻ പോവാം. നമ്മളെ കോഴി ഇവിടെ കായം തേച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. കണ്ട വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിനി എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 5 ഗ്ലാസ് അരിയാണ് 1 കിലോ. ഞാനിവിടെ 7 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് കാണല്ലോ നമുക്ക്, ആ അളവിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിലെ അളവ് എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഞാനിത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക.
ആ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കൊരു സ്റ്റാൻഡ് വെക്കണം. ഞാനൊരു കുക്കർ മന്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, അതിലുണ്ടായിരുന്നു ആ സ്റ്റാൻഡ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓട്ടപാത്രം ഇതിന് ഒക്കെ അനുസരിച്ച് നിൽക്കണതുണ്ടെങ്കിൽ അതിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് ചെമ്പട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഗ്യാസുമ്മൽ വെച്ച് ഓണാക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇത് തിളക്കണതിന് മുന്നേ, തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ സ്റ്റാൻഡ് കഴുകി വെച്ചതാണ്, ഇത് ഇതിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഒരു കുക്കർ മന്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, അതിൽ നിങ്ങൾക്ക് ഇതേപോലെ വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വെച്ചാൽ ഇതേ അരിയും വെള്ളവും വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വെച്ചതും അതിൽ പിന്നെ ചിക്കൻ നിരത്തി വെച്ചതും. അപ്പം നിങ്ങൾക്ക് അത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പം ഞാൻ ഇന്ന് ചെയ്യണ മറ്റേ റെസിപ്പി മോഡലിൽ ചെയ്താൽ മതി. എന്നാൽ ചോറ് നിങ്ങൾക്ക് വേഗാറാതെയും കിട്ടും. ഉടനെ ചിക്കനൊക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റാൻഡ് ഒഴിവാക്കി അതിന് ശേഷം വേഗം ചോറ് മിക്സ് ചെയ്തു. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണ മാതിരി ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് കളിച്ച് വരുന്നേ ഉള്ളൂ. നമ്മളെ ചിക്കനൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. നമ്മളെ ചെറിയ പീസൊക്കെ അങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വെള്ളം ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ നല്ലോന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ കുക്കറിൻ്റെ മൂടി നല്ല ഹൈറ്റുള്ളത് കൊണ്ട് ഇവിടെ മൂടിൻ്റെ ഉള്ളിലൊന്നും തട്ടൂല. അപ്പം അങ്ങനെയൊക്കെ നോക്കിയ കുക്കറിലാണ് നിങ്ങൾ വെക്കാനുള്ളത്. ഇനി ഒന്ന് എയർ വന്നതിന് ശേഷമേ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അടച്ചു കൊടുത്താലേ പെട്ടെന്ന് തിളച്ചിട്ടുള്ളൂ. നിങ്ങൾ തിളച്ചതിന് ശേഷം വേണമെങ്കിൽ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നിങ്ങളെ കൈമക്ക് ആവി വരും. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ വെച്ച് കാണിച്ചു തന്നത്. ഇപ്പോൾ ഇവിടെ നല്ല എയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കതേരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇത് തുറന്ന് നോക്കാം. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പം നമുക്കിത് ഇതൊന്ന് എടുത്ത് മാറ്റാം. ഈ സ്റ്റാൻഡ് ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അരി ഈ പാത്രത്തിൽ ഇത്രക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് അളന്ന് നോക്കട്ടെ. ഉണ്ട്, അത് കോയിൻ്റെ നെയ്യൊക്കെയാണ് ഇതിൽ. ഇതാണ് നമ്മൾ അരിൻ്റെ അളവ്. അപ്പോൾ അതിന് 2 പാത്രമാണല്ലോ നമുക്ക് വെള്ളം വേണ്ടത്. ഞാൻ ഈ വെള്ളം അളവ് കണക്കാക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 പാത്രമാണല്ലോ നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ. അപ്പോൾ ഞാൻ അരി കുതിർത്ത വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ
ഉപ്പുണ്ടാന്ന് നോക്കുക. ഉപ്പുണ്ട്. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മളെ ചിക്കൻ്റെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ബിരിയാണി മസാലൻ്റെ എല്ലാ ടേസ്റ്റുകൾ വരെയുണ്ട് ഇതിൽ. അപ്പോൾ ഞാനിത് ഇങ്ങനെ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. എന്നിട്ടാണ് അതിലേക്ക് അരി ഇട്ടിട്ട് നമുക്ക് ഇതുകൊണ്ട് ആണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെക്കാൻ പോവാം. അപ്പോൾ ഞാൻ അരി കുതിർത്തത് ഇതേപോലെ ഊറ്റിയെടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കണക്കാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഏറാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതേമാതിരി കുതിർത്ത അരി നല്ലവണ്ണം വെള്ളം ഊറ്റി വരുന്നത് വരെ ഊറ്റിയെടുക്കണം. എന്നിട്ട് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടൊന്നുമില്ല, പക്ഷേ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കംപ്ലീറ്റ് അരിയും ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മൂടി കൊടുക്കുകയാണ്. ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. കുക്കറിൽ നെയ്ച്ചോറ് വെക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെ എന്താ ചെയ്യേണ്ടത്, പിന്നെ എത്ര വിസിൽ വേണ്ട. ഇതൊരു ഒറ്റ വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണത്. കണ്ടോ, നമ്മളിതിൽ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ ചിക്കനിലുള്ള നെയ്യാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ സമയം 11:20 നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഞാനിത് കറണ്ടിൻ്റെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നത്. നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും ചെയ്യും. ഞാൻ എൻ്റെ കറണ്ടിൻ്റെ അടുപ്പുകളെ പരിചയപ്പെടുത്തിക്കണല്ലോ. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാറി വിചാരിച്ചാൽ ഒന്ന് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ. അതേമാതിരി ഞാൻ പച്ചമുളക് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പേസ്റ്റൊക്കെ എടുത്തുകാണ്ട് ഉണ്ടാക്കിക്കണല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നിർബന്ധമൊന്നുമില്ല, അങ്ങനെയും കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതൊക്കെ വെന്തിട്ടുണ്ട്. വെന്തൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. മന്തി കുക്കർ, ഇതാണ് നമ്മളെ കുക്കർ മന്തി. ഇതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയിരുന്നു, അതേപോലെ തന്നെയാണിത്. ഇപ്പം നമ്മൾ കുക്കർ മന്തി ഉള്ള ചോറ്, അതേപോലെ മുളക് വേവിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പേസ്റ്റ് എടുത്തിട്ടുള്ള ഒരു സമ്മന്തി, അതേമാതിരി തേങ്ങാ സമ്മന്തി, ബീട്രൂട്ട് സമ്മന്തി, മയോണീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പുഡിങ് കഴിക്കാം. അതിനുള്ള മുട്ട പുഡിങ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒന്നായിട്ട് ഇന്ന് എടുത്ത വീഡിയോകൾ ഇട്ടതാണ്. നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ്.